ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാവരുടെയും ഫോണിൽ പേഴ്സണൽ ഡിക്ഷണറി എന്നൊരു ഓപ്ഷൻ കാണും. അത് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അറിയാവുന്നവർക്കാണ് സ്കിപ്പ് ചെയ്തു പോകാം, അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ വീഡിയോ തുടർന്ന് കണ്ടോളൂ. അതിനായി ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ പേഴ്സണൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്നതായിരിക്കും. താഴോട്ട് പോകുമ്പോൾ ഇവിടെയും പേഴ്സണൽ ഡിക്ഷണറി എന്നാണ്. അതിലൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക. എൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ കാണുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലൊരു ഇൻ്റർഫേസിലെത്തും. അവിടെ ഇവിടെ പ്ലസ് എന്ന് കാണും ടോപ്പിൽ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വേർഡ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട എന്തെങ്കിലും നമ്പറാണെങ്കിൽ അത് സേവ് ചെയ്യും. അപ്പോൾ എക്സാമ്പിൾ ഉദാഹരണമായിട്ട് ആധാറിൻ്റെ നമ്പറാണ് നമുക്കിപ്പോൾ സേവ് ചെയ്ത് വെക്കേണ്ടതെങ്കിൽ ആധാറിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. ഞാനൊരു നമ്പർ ഇവിടെ ഉദാഹരണത്തിന് കൊടുക്കുന്നുള്ളൂ. ആധാറിൻ്റെ നമ്പറൊന്നുമല്ല. ഇതുപോലെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് താഴെ ഷോർട്ട് കട്ട് എന്നുള്ളൊരു, ഇപ്പോൾ ആധാർ ആയതുകൊണ്ട് ഇപ്പം ഞാൻ എന്നേ കൊടുക്കുന്നുള്ളൂ. 2 ഷോർട്ട് കട്ടായിട്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്കിൽ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഒരു അക്കൗണ്ട് നമ്പർ ആണെങ്കിൽ നമുക്കിത് ഇതുപോലെ അക്കൗണ്ട് നമ്പർ ഏതാണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് മുകളിൽ വേർഡ്സ് എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നതെന്ന് ഇതുപോലെ കൊടുക്കാം. ഞാൻ ഇവിടെ ബി എന്ന് കൊടുക്കുക. ഇവിടെ ടിക്ക് മാർക്കിൽ ഓക്കെ കൊടുക്കുക. അതുപോലെ സേവ് ആയിട്ടുണ്ടാവും. അതെങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ എടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ വാട്സാപ്പിൽ നമ്മളിപ്പോൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ നോക്കിക്കും. കീബോർഡ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഷോർട്ട് കട്ട് അടിച്ചു കൊടുക്കുക. ബി എന്നുള്ളത് അടിക്കുകയാണ് ഷോർട്ട് കട്ട്. ബി എന്നടിക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ താഴെ വന്നിട്ടുണ്ട്, കണ്ടോ? ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ നമ്പർ അവിടെ വരുന്നതായിരിക്കും. പിന്നെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ കീപാഡിൽ എങ്ങനെ സേവ് ചെയ്യുമെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.